അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആഘോഷമായി തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. എന്നാൽ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങല്ല, ഇനി തെരഞ്ഞെടുപ്പ് വന്നാലും സംഘപരിവാറുകാർക്ക് വ്യാജ പ്രചരണങ്ങൾ വിട്ട് ഒരു കളിയുമില്ല. ഈ അയോധ്യയുടെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി വ്യാജ പ്രചരണങ്ങൾക്ക് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കം കുറിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ബുർജ് ഖലീഫയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പ്രചരണമായിരുന്നു. ബുർജ് ഖലീഫയിൽ താരങ്ങളുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ജന്മദിനവുമായി അനുബന്ധിച്ചും മറ്റ് ചിത്രങ്ങളുടെയും ചലച്ചിത്രങ്ങളുടെയും ഒക്കെ പ്രചരണങ്ങളുടെ ഭാഗമായും ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി പണ്ട് മുതലേ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ബുർജ് ഖലീഫയിൽ ശ്രീരാമന്റെ ചിത്രവും ജയ് ശ്രീറാം എന്ന വാചകവും പ്രദർശിപ്പിച്ചതായി എന്ന നിലയിലുള്ള ഒരു ചിത്രം സംഘപരിവാറുകാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വസ്തുത ഇതിൽ നിന്നെല്ലാം വളരെ വിചിത്രമാണ്. ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഈ ബുർജ് ഖലീഫയിൽ, ദുബായിലെ ബുർജ് ഖലീഫയിൽ ഇങ്ങനെ ഒരു പ്രദർശനം നടന്നിട്ടേയില്ല. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, ശ്രീരാമന്റെ യാതൊരു ചിത്രമോ ജയ് ശ്രീറാം എന്ന വാചകമോ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചിട്ടേയില്ല. പകരം വ്യാജമായി നിർമ്മിച്ച ഒരു ചിത്രമാണ് സംഘപരിവാറുകാർ ബുർജ് ഖലീഫയിൽ ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത്. സംഘപരിവാറുകാർക്ക് വ്യാജ പ്രചരണം ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ബുർജ് ഖലീഫ വ്യാജ പ്രചരണത്തിന്റെ ലക്ഷ്യം മറ്റൊന്ന്. അത് തങ്ങളുടെ ഈ പ്രവർത്തികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പൊതുസമ്മതി ലഭിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം കൂടി സംഘപരിവാറിനുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും അതിൻ്റെ ഒരുക്കങ്ങളുമൊക്കെ ദേശീയ മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ പ്രാദേശിക മാധ്യമങ്ങൾക്കും വലിയ ആഘോഷമായിരുന്നുവെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ഉത്കണ്ഠയോടെയാണ് ഈ ചടങ്ങുകളെ നോക്കിക്കണ്ടത്. ഗാർഡിയനെയും അൽ ജസീറയെയും ന്യൂയോർക്ക് ടൈംസിനെയും പോലെയുള്ള മാധ്യമങ്ങൾ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന നിലയിൽ ആശ്ചര്യത്തോടെയും ആശങ്കയോടെയുമാണ് ഈ വിഷയത്തെ സമീപിച്ചത്. അതിന് പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ ഒന്ന്, പ്രധാനമന്ത്രി, മതേതര ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു മതപരമായ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും എല്ലാം ഹെലികോപ്റ്ററുകൾ ആ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തുക. ഇതെല്ലാം ഇന്ത്യൻ മതേതരത്വം ഒരു ഭീഷണി നേരിടുന്നതിൻ്റെ സൂചനകളും യഥാർത്ഥ തെളിവുകളുമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കണ്ടത്. ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ഈ വാർത്തകൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഇതിന് വിരുദ്ധമായി ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘപരിവാർ ഈ ബുർജ് ഖലീഫ ചിത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബുർജ് ഖലീഫയിൽ അങ്ങനെ ഒരു ചിത്രം സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്നു. എന്തായാലും ഇത് സംഘപരിവാർ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട അല്ലെങ്കിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആദ്യത്തെ വ്യാജ വാർത്തയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ EMSുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ വാർത്തയ്ക്കും സംഘപരിവാർ പ്രചരണം നടത്തിയിരുന്നു. അത് EMS ബാബറി മസ്ജിദ് പള്ളി തകർത്ത് അല്ലെങ്കിൽ പൊളിച്ച് ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ നിലയിലുള്ള ഒരു പത്രഘട്ടിക 1987 ജനുവരി 14 പുറത്തിറങ്ങിയ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്. അതൊരു വ്യാജ വാർത്തയാണെന്ന് അന്ന് തന്നെ EMS വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയതാണ്. കാരണം കേരളത്തിലെ മറ്റൊരു മുഖ്യധാരാ പത്രങ്ങളോ മാധ്യമങ്ങളോ വാർത്തയാക്കാത്ത തിരൂരിലെ EMS നടത്തി എന്ന് പറയുന്ന പ്രസംഗത്തിലെ ഈ വാചകങ്ങൾ ആകെ റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി മാത്രമാണ്. അതിൽ EMS വളരെ വ്യക്തമായ ഒരു വിശദീകരണ കുറിപ്പ് ഉൾപ്പെടെ തൊട്ടടുത്ത ദിവസം പുറത്തിറക്കി കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. എന്നിട്ടും മാതൃഭൂമി അതിലൊരു തിരുത്ത് നൽകാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെ ആ വാർത്ത ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് EMSനും സമാന അഭിപ്രായം ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ് പൊളിക്കണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന നിലയിൽ വരുത്തി തീർക്കാൻ ഒരു പ്രചരണം സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്തായാലും സംഘപരിവാറിൻ്റെ പ്രചരണങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ബുർജ് ഖലീഫയിൽ ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചു എന്ന സംഘപരിവാറിൻ്റെ ഏറ്റവും പുതിയ വ്യാജ പ്രചരണം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്.